At the stroke of the midnight Question hour, is whether you want to be you or everybody I else. still have a dream. Patria o muerte. ആദിത്യ L1 മിഷൻ ഒരുപാട് പേര് ഡിസ്കസ് ചെയ്യുന്ന, ഡെയിലി ബേസിസിൽ ന്യൂസ് പേപ്പറിൽ കാണുന്ന, സയൻസിലെ തന്നെ ഏറ്റവും വലിയ ഒരു ലീപ്പിംഗ് ഫ്രോഗ് എന്ന് പറയുന്ന ഒരു മിഷനാണ് ആദിത്യ L1 മിഷൻ. അപ്പോൾ ഈ ആദിത്യ L1 മിഷൻ എന്താണ്, എങ്ങനെയാണ്, ഇതിൻ്റെ മേജർ ഫൈൻഡിങ്സ് എന്തൊക്കെയാണ്, ഇതെങ്ങനെയാണ് ഇന്ത്യനെ ഒരു പ്രൈം പൊസിഷനിലേക്ക് എലിവേറ്റ് ചെയ്യുന്നത് എന്നൊക്കെയായിരിക്കും ഇന്നത്തെ ചെറിയൊരു ആർട്ടിക്കിളിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Welcome to Clear IAS. I am Aishwarya and we will be discussing Aditya L1 mission today. So, before going to Aditya L1, നമുക്ക് സണ്ണിനെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. സൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള സ്റ്റാർ ആണ് അല്ലേ. ഇപ്പോൾ സണ്ണിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, സൺ എന്ന് പറയുമ്പോൾ ഒരു ഹോട്ട് ബോളാണ്. ഇപ്പോൾ ഹൈഡ്രജനും ഹീലിയവും ഒക്കെ കംപ്രൈസ് ചെയ്യുന്ന ഭയങ്കര ഗ്ലോയിങ് ആയിട്ടുള്ളൊരു ഹോട്ട് ബോൾ. എവറിത്തിങ് അബൌട്ട് സൺ ഇസ് സോ മിസ്റ്റീരിയസ്. സണ്ണിൻ്റെ സോളാർ വിൻഡ് ആവട്ടെ, സണ്ണിൻ്റെ അറ്റ്മോസ്ഫിയർ ആവട്ടെ, ഫോട്ടോസ്ഫിയർ, ക്രോമോസ്ഫിയർ, സണ്ണിൻ്റെ സോളാർ ഫ്ലെയർ ആവാം, അല്ലെങ്കിൽ കൊറോണൽ മാസ് ഇജെക്ഷൻ, എവറിത്തിങ് അബൌട്ട് സൺ ഇസ് സോ മിസ്റ്റീരിയസ് ദാറ്റ് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടി ലോകത്തിലെ എല്ലാ ലീഡിങ് രാജ്യങ്ങളും പല മിഷൻസ് ഒരുപാട് കാലഘട്ടങ്ങളായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ത്യക്കും ഒരുപാട് മിഷൻസ് സണ്ണിനെ പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. പക്ഷേ ഒരു സ്പേസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു മിഷൻ ഇത് ഫസ്റ്റ് ടൈമാണ് ഇന്ത്യ ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ സ്പേസിലേക്ക് ഒരു മിഷൻ ലോഞ്ച് ചെയ്ത് സ്പേസിൽ വെച്ച് തന്നെ സണ്ണിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പഠിക്കുന്ന ഒരു മിഷനാണ് ആദിത്യ L1 മിഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ദിസ് ഈസ് എ വെരി പ്രസ്റ്റീജിയസ്, ദിസ് ഈസ് എ വെരി യുണീക്ക് മിഷൻ വെൻ ഇറ്റ് ഈസ് കമ്പയർഡ് ടു സ്പേസ് പ്രോഗ്രാം ഓഫ് ഇന്ത്യ. അപ്പോൾ ഈ ഒരു മിഷൻ നമ്മൾ ലോഞ്ച് ചെയ്യുന്നത് ഹാലോ ഓർബിറ്റിലൂടെയാണ്. ഈ ഹാലോ ഓർബിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പൊതുവേ ഇങ്ങനെ ഓർബിറ്റിലേക്ക് ലോഞ്ച് ചെയ്യുന്നതെന്നേ കേൾക്കുന്നുണ്ടാവുള്ളൂ. പക്ഷേ ആദിത്യ L1ൻ്റെ ന്യൂസ് പറയുമ്പോൾ പൊതുവേ ഹാലോ ഓർബിറ്റിലേക്ക് ലോഞ്ച് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഹാലോ ഓർബിറ്റ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ രണ്ട് ഹെവി ആയിട്ടുള്ള ഓബ്ജക്റ്റ് സ്പേസിൽ ഇങ്ങനെ ഓർബിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു രണ്ട് ഓബ്ജക്റ്റ് ഓർബിറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഓർബിറ്റിനെയാണ് ഹാലോ ഓർബിറ്റ് എന്ന് പറയുന്നത്. ഒന്നിൽ കൂടുതൽ, രണ്ടിൽ കൂടുതലൊക്കെ ഓർബിറ്റ്സ് ഓർബിറ്റ് ചെയ്യുന്ന ലാർജർ സെലസ്റ്റിയൽ ബോഡീസിന് ക്രിയേറ്റ് ചെയ്യാവുന്നതിനെയാണ് ഹാലോ ഓർബിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സണ്ണുണ്ട്, എർത്ത് ഉണ്ട്, നമ്മൾ വിടുന്ന സ്പേസ് ക്രാഫ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് ഓർബിറ്റ് ചെയ്യുന്ന ആ ഹാലോ ഓർബിറ്റിലായിരിക്കും ഇത് ചെന്ന് എത്തുന്നത്. ആൻഡ് ലഗ്രാഞ്ചെ .1 എന്ന് പറയുന്ന പോയിന്റിലായിരിക്കും ഇത് ചെന്നെത്തുന്നത്. അങ്ങനെയെങ്കിൽ എന്താണ് ലഗ്രാഞ്ചെ .1? ഓക്കെ, സി ദർ ആർ സം സ്പോട്ട്, കുറച്ച് സോഫ്റ്റ് സ്പോട്ടുകളുണ്ട്. സ്പേസ് ക്രാഫ്റ്റുകൾ, സാറ്റലൈറ്റുകളൊക്കെ ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സോഫ്റ്റ് സ്പോട്ടുകളുണ്ട്. ഇപ്പോൾ സണ്ണിനെയും എർത്തിനെയും നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സണ്ണും എർത്തും തമ്മിൽ പൊസിഷൻ ചെയ്തിരിക്കുന്നതിൻ്റെ കുറേ ഭാഗങ്ങളിലായിട്ട് കുറേ സോഫ്റ്റ് സ്പോട്ടുകളുണ്ട്. എങ്ങനെയാണ് ഈ സോഫ്റ്റ് സ്പോട്ടുകൾ ഉണ്ടാവുന്നത്? സണ്ണും ഒരു ലാർജർ സെലസ്റ്റിയൽ ബോഡിയാണ്, എർത്തും ഒരു ലാർജർ സെലസ്റ്റിയൽ ബോഡിയാണ്, ഓർബിറ്റിംഗ് ആണ്. അപ്പോൾ ഇങ്ങനെ ഓർബിറ്റിംഗ് ആയിട്ടുള്ള രണ്ട് സെലസ്റ്റിയൽ ബോഡികൾ ഉണ്ടാവുമ്പോൾ ഇതിന് രണ്ടിനും ഗ്രാവിറ്റേഷണൽ പുള്ളുണ്ടാവും. അപ്പോൾ ഈ ഗ്രാവിറ്റേഷണൽ പുള്ളുകൾ തമ്മിൽ ഒരു ഇക്വിലിബ്രിയത്തിലെത്തുന്ന പോയിന്റുകൾ ഉണ്ടായിരിക്കും. അങ്ങനെ ഇക്വിലിബ്രിയത്തിലെത്തുന്ന പോയിന്റുകളെയാണ് നമ്മൾ ലഗ്രാഞ്ചെ പോയിന്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് ലഗ്രാഞ്ചെ പോയിന്റ് ഉണ്ട്, 5 ലഗ്രാഞ്ചെ പോയിന്റുകളാണ് ഉള്ളത്. ഇതിലെ ലഗ്രാഞ്ചെ .1 നമ്മൾ ആദിത്യ L1 മിഷനെ വിടുന്നത്. ഈ പോയിന്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എർത്തിൻ്റെയും സണ്ണിൻ്റെയും നേരെ നടുക്കാണ് പൊസിഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സണ്ണിൻ്റെ ഫുൾ ക്ലിയർ പിക്ചർ നമുക്ക് കിട്ടും. എർത്തിൽ ഇരുന്നുകൊണ്ട് എർത്തിൻ്റെ നേരെ മുമ്പിലായിരിക്കും ഈ ഒരു പോയിന്റ് കിടക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ സണ്ണാണ്. അപ്പോൾ ഈ പോയിന്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള എക്ലിപ്സോ അല്ലെങ്കിൽ ഒക്കൾട്ടേഷൻസോ ഒന്നും നമ്മുടെ ഈ ഒരു സ്പേസ് മിഷനെ ബാധിക്കില്ല. ഡയറക്റ്റായിട്ട് കംപ്ലീറ്റ് പിക്ചേഴ്സും നമുക്ക് ഈ ഒരു സണ്ണിൻ്റെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ പോയിന്റിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ ലഗ്രാഞ്ചെ .1 ആദിത്യ L1 മിഷൻ പോകുന്നത്. റൈറ്റ്. പിന്നീടുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ PSLV XL എന്ന് പറയുന്ന ലോഞ്ച് വെഹിക്കിളാണ് ഈ ഒരു പെർട്ടിക്കുലർ മിഷനെ ലോഞ്ച് ചെയ്യുന്നത്. റൈറ്റ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ലോഞ്ച് ചെയ്യപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം, ലഗ്രാഞ്ചെ പോയിന്റിൽ ചെന്ന് എത്തണം. അപ്പോൾ ഈ എത്തണം എന്നുണ്ടെങ്കിൽ ഇതിന് പോകുന്ന ഒരു വെലോസിറ്റി ഉണ്ട്. ആ വെലോസിറ്റിയിലേക്ക് എത്തിപ്പെടാൻ ഭയങ്കര പാടാണ്.
അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇവിടുന്ന് ലോഞ്ച് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഇനീഷ്യൽ പുഷിലങ്ങ് ലോഞ്ച് ചെയ്ത് വിട്ടാൽ ഇത് അവിടെ പോയി എത്തുമൊന്നുമില്ല. അതിന് നമ്മൾ ചെയ്യുന്നൊരു ടെക്നീക്ക് ഉണ്ട്, മാനുവറിങ് എന്ന് പറയും. കറങ്ങി കറങ്ങി പോവുക എന്ന് പറയും. അപ്പോൾ ആദ്യം മാനുവർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെക്കുക. ഈ പോയിന്റിൽ നിന്ന് ആദ്യം കറങ്ങി ഈ പോയിന്റിലേക്ക് തന്നെ തിരിച്ചെത്തുന്നു. പിന്നെ കുറച്ചും കൂടെ ഡിസ്റ്റൻസിൽ കറങ്ങി വീണ്ടും ഈ പോയിന്റിലേക്ക് തന്നെ എത്തുന്നു. വീണ്ടും കുറച്ചും കൂടെ ഡിസ്റ്റൻസിൽ പോയി ഈ പോയിന്റിലേക്ക് തന്നെ എത്തുന്നു. അങ്ങനെ ഒരു 5 തവണ ഇത് കറങ്ങുമ്പോഴാണ് ഇതിന് ആ വെലോസിറ്റി കിട്ടുന്നത്. പിന്നീട് ഒരൊറ്റ പോക്കാണ്, നേരെ പോയി ഹാലോ ഓർബിറ്റിൽ കയറുന്നു, ആ ലഗ്രാഞ്ചെ പോയിന്റ് 1ൽ കയറിയിരിക്കുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫീച്ചർ കിടക്കുന്നത്. റൈറ്റ്. ഇനി ഈ പോകുന്ന L1 മിഷൻ ഇത് ഒറ്റയ്ക്കല്ല പോകുന്നത്, ഇത് 7 പേലോഡ് കൊണ്ടാണ് പോകുന്നത്. 7 പേലോഡ് എന്ന് പറയുമ്പോൾ പല പല പേലോഡ്, ഇപ്പോൾ പാപ്പ, അത് ഹീലിയോസ്, സ്യൂട്ട്, അങ്ങനെ പല പേരുകളിലായിട്ട് നമുക്ക് പേലോഡുകൾ കാണാൻ പറ്റും. ഓരോ പേലോഡും ഓരോ സാധനങ്ങളാണ്, ഓരോ ഫങ്ഷൻസ് ക്യാരി ചെയ്യുന്നതാണ്. ഇപ്പോൾ സോളാർ ഫ്ലെയറിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു പേലോഡ്, അതല്ലെങ്കിൽ കൊറോണൽ മാസ് ഇജക്ഷൻസിനെ കുറിച്ച് പഠിക്കാൻ വേറെ പേലോഡ്, സോളാർ വിൻഡിനെ കുറിച്ച് പഠിക്കാൻ വേറെ പേലോഡ്. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത്? ഇപ്പോൾ ലേറ്റസ്റ്റ് ന്യൂസ് പ്രകാരം വീലെക്സ് എന്ന് പറയുന്ന ഒരു പേലോഡ് എന്ത് ചെയ്തു? ഈ സോളാർ വിൻഡിൻ്റെ പിക്ചേഴ്സ് എടുത്തിട്ട് നമുക്ക് ഭൂമിയിലേക്ക് സെൻഡ് ചെയ്യുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഇപ്പോൾ റീസെൻ്റ്ലി ന്യൂസിൽ വരാനും കാരണം. അപ്പോൾ ഇങ്ങനെയുള്ള ഫങ്ഷൻസ് ആയിരിക്കും ഇത് ക്യാരി ഔട്ട് ചെയ്യുന്നുണ്ടാവുക. റൈറ്റ്. ആൻഡ് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആദ്യത്തെ L1 മിഷൻ നമുക്ക് സ്വന്തമായിട്ട്, ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരു സ്പേസ് ഒബ്സർവേറ്ററി ഈ ഒരു പോയിന്റിൽ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. സോളാർ സ്റ്റഡീസിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സ്പേസ് ഒബ്സർവേറ്ററി പ്രൊവൈഡ് ചെയ്യുന്നത് പോലെ. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് എ ഡെഡിക്കേറ്റഡ് മിഷൻ. അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ്ലി ഇത് പഠനങ്ങൾ നടത്താൻ പറ്റും. ഇത് നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള രീതിയിൽ ഇത് യൂസ്ഫുൾ ആക്കാൻ പറ്റും. ഇറ്റ് ഈസ് ലൈക്ക് എ വെരി ഹ്യൂജ് മിഷൻ വിച്ച് ഈസ് ഫൈൻഡിങ് ആപ്ലിക്കബിലിറ്റി ഇൻ ഈച്ച് ആൻഡ് എവറി ആസ്പെക്റ്റ് ഓഫ് അവർ ലൈഫ്. അതാണ് ഈ ഒരു മിഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പോരാത്തതിന് ഈ ലഗ്രാഞ്ചെ പോയിന്റ് 1ൽ നമ്മളെ സഹായിക്കാൻ വേണ്ടി മറ്റൊരു ഒബ്സർവേറ്ററി കൂടിയുണ്ട്. സോഹോ എന്നാണ് ഒബ്സർവേറ്ററിയുടെ പേര്. ഇത് നാസയുടെയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെയും കൂടെ കൊളാബറേഷനിൽ വന്നിട്ടുള്ള ഒരു സ്പേസ് ഒബ്സർവേറ്ററിയാണ് സോഹോ, സോളാർ ആൻഡ് ഹീലിയോസ്ഫെറിക് ഒബ്സർവേറ്ററി. ഇതും വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഒബ്സർവേറ്ററിയാണ്. അപ്പോൾ ഇന്ത്യക്ക് അതും യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്ന ഒരു പോയിന്റ്. ഓക്കെ. ആൻഡ് ഈ പേലോഡുകൾ ഇത് അവരുടേതായിട്ടുള്ള ഫങ്ഷൻസ് ചെയ്യുന്നു, തിരിച്ച് ഫോട്ടോസ് നമുക്ക് എടുത്ത് അയച്ചു തരുന്നു, നമുക്ക് പഠനങ്ങൾ നടത്താൻ പറ്റും, ഈ മിസ്റ്റീരിയസ് ആയിട്ടുള്ള സണ്ണിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. ദിസ് ഈസ് ഹൗ ആദിത്യ L1 മിഷൻ ഗോസ്. ആൻഡ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇൻ കമ്മിങ് ഫ്യൂച്ചർ ഇന്ത്യ ക്യാൻ ആക്ച്വലി ബി എ ലീഡിംഗ് മെമ്പർ ഇൻ സോളാർ ഫിസിക്സ്. അപ്പോൾ മറ്റ് രാജ്യങ്ങളെപ്പോലെ ഇന്ത്യക്ക് ഒരു ടോപ്പ് നോച്ച്, ഒരു എലീറ്റ് ക്ലാസ്സിലേക്ക് എൻറ്റർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ആദിത്യ L1 മിഷൻ നമുക്ക് തരുന്ന ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ.